Hi friends, welcome to Garam Masala, the magic spices of cooking. ഫലൂദ സേമിയ. ഇന്ന് നമുക്ക് ഫലൂദയിൽ ഉപയോഗിക്കുന്ന സേമിയ വീട്ടിൽ തന്നെ ഫ്രഷ് ആയി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു ഇടിയപ്പം മേക്കർ വേണം. ഞാനിവിടെ തിരിക്കുന്ന ടൈപ്പുള്ള ഇടിയപ്പം മേക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഐസ് കോൾഡ് വാട്ടർ തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു വലിയ ബൗളിലോട്ട് ഞാൻ വലിയൊരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സേമിയ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കണം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് കോൺഫ്ലവറിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വെള്ളം മാത്രമേ 1/2 കപ്പ് കോൺഫ്ലവറിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതെ വേണം ഇതിനെ ഇളക്കിയെടുക്കാൻ. ഇനി ബാക്കിയുള്ള വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഒരു ലൂസ് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമുക്കിതിനെ ഒരു പാനിലോട്ട് ഒഴിക്കാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ അടിയിൽ പിടിക്കും. നമ്മുടെ കോൺഫ്ലവർ കുക്കായി വരുന്നുണ്ട്. നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കോൺഫ്ലവർ കുക്കായി വരുമ്പോൾ ബാറ്റർ ട്രാൻസ്പാരന്റ് ആയി വരും. ഇപ്പോൾ നമ്മുടെ സേമിയ തയ്യാറാക്കാനുള്ള ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇടിയപ്പം മേക്കറിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയപ്പം മേക്കറാണിത്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിനെ ഇനി ചൂടോടുകൂടെ തന്നെ നമുക്ക് ഐസ് വാട്ടറിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ തിരിക്കുന്ന ടൈപ്പ് ഇടിയപ്പം മേക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ സേമിയയെയും നമുക്ക് ഐസ് വാട്ടറിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇതിനെ ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. നമ്മുടെ സേമിയ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്കിതിനെ ഫലൂദയിലോട്ടെല്ലാം യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫലൂദ സേമിയ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ഫലൂദ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. താങ്ക് യു.